യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞ ഷാലോം ടി വി പ്രേക്ഷകരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ഒത്തിരിയേറെ ദേവാലയങ്ങളിലൂടെയും ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ തീർത്ഥാടനങ്ങളിലൂടെയെല്ലാം നമ്മൾ പോകുന്ന ഒരു അവസരമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തായ ചേച്ചി എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ചേച്ചി ചോദിച്ചു, ലിസി അറിയാമോ മോളെ, ഒരു സംശയം, എന്താണ് ജപമാലയിൽ 53 മണി ജപം എന്ന് പറയുന്നത്? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് 53 ആക്കിയത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ 5 രഹസ്യങ്ങളൊക്കെ ആക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഒരു 50 മുകളിൽ പ്രായമുള്ള ഒരു ചേച്ചി നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ജപമാല ചെല്ലുന്ന ആളാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു സുഹൃത്ത് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ചേച്ചിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല, അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറയുകയുണ്ടായി, അതായത് ആദിമകാലത്ത് സഭയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ശിഷ്യന്മാർ, ക്രിസ്തു സാക്ഷികളെല്ലാം പീഡിപ്പിക്കപ്പെടുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം. 3 നൂറ്റാണ്ടുകൾ വരെ, 3-ാം നൂറ്റാണ്ട് വരെ വളരെയധികം പീഡനങ്ങൾ സഭ ഏറ്റിട്ടുണ്ട്. ഈ സമയത്തൊക്കെ വിശ്വാസത്തിൽ നിന്ന് അകലെയല്ല ആരും, വിശ്വാസത്തിനെ മുറുകെ പിടിക്കുക. പ്രതിബന്ധങ്ങൾ കൂടുന്തോറും വിശ്വാസം മുറുകെ പിടിച്ച ഒരു ജനസമൂഹമായിരുന്നു അന്നത്തേത്. അവരുടെ ആ കാലഘട്ടത്തിൽ പല ഗുഹകളിലൊക്കെ ഇവർ പോയി ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന, അവർക്കറിയാവുന്ന പ്രാർത്ഥന സങ്കീർത്തനങ്ങളായിരുന്നു. 150 സങ്കീർത്തനങ്ങളാണുള്ളത്. 150 സങ്കീർത്തനങ്ങളെയും അവർ എണ്ണി ചെല്ലുമായിരുന്നു. 1 തുടങ്ങി 150 വരെ, വീണ്ടും 1 തുടങ്ങി 150 വരെ. എന്നാൽ 1200 ഈ സങ്കീർത്തനങ്ങൾ ചെല്ലുന്ന കൂടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ദൈവദൂതൻ്റെ വാക്കുകളെ പ്രാർത്ഥനയാക്കി വിശുദ്ധ ഡൊമിനിക് സഭയ്ക്ക് നൽകി. എങ്ങനെയാണ്? മാതാവിനോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലി 150 സങ്കീർത്തനങ്ങളെ ചൊല്ലിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് തന്നെ ആ സങ്കീർത്തനങ്ങൾക്ക് പകരം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകൾ ചെല്ലാൻ തുടങ്ങി. അത് സാധാരണക്കാരന് ചെല്ലാൻ പാകത്തിന്, അല്ലെങ്കിൽ അവൻ്റെ സമയത്തിനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാകാം, 50-50 വെച്ചുള്ള 3 തിരിച്ച് ഓരോ പ്രാവശ്യവും 50 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലും. അതായത് നമ്മളൊരു പൂർണ്ണമായ രഹസ്യങ്ങൾ എല്ലാം ചൊല്ലി, 5 രഹസ്യങ്ങൾ ചൊല്ലി, അത് 10 നന്മ നിറഞ്ഞ മറിയമേ വെച്ച് 5 ചൊല്ലി. അതിൻ്റെ അകത്ത് പ്രാർത്ഥനകൾ യേശുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പ്രത്യാശയുടെ, അല്ലെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ, യേശു സ്ഥാപിച്ച കൂദാശകളെയൊക്കെ വീണ്ടും ആഡ് ചെയ്ത് ഒരു രഹസ്യം, ഒരു ജപമാലയുടെ രഹസ്യങ്ങളും കൂടെ 5 രഹസ്യങ്ങളോട് വീണ്ടും ഉണ്ടാക്കിയുണ്ടായി. അങ്ങനെ ഇപ്പോൾ 153 കൂടെ വീണ്ടും 50 കൂടെ ചേർക്കപ്പെടുകയുണ്ടായി.
അപ്പോൾ ഈ 150 സങ്കീർത്തനങ്ങളെ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയാക്കി മാറ്റിയ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ആ വലിയ പ്രാർത്ഥനയോട് ചേർന്ന്, ആഗ്രഹത്തോട് ചേർന്നാണ് സഭ അതിനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ച്, അതായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ പിശാച് തോക്കുന്ന ഏറ്റവും വലിയ നാരകീയ ശക്തികളെല്ലാം, അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. 33-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമായ ആ സ്ത്രീ, ദൈവം പറയുക ആ സ്ത്രീക്കാണ് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുക. അപ്പോൾ ആ സ്ത്രീയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, ദൈവദൂതൻ്റെ വാക്കുകൾ നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലുമ്പോൾ പിശാച് അവിടുന്ന് പേടിച്ച് ഭയപ്പെട്ട് ഓടുമെന്നാണ് പല വിശുദ്ധരുടെയും ജീവിതാനുഭവങ്ങൾ അവർ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളൊക്കെ സന്ധ്യയ്ക്ക് ഒന്ന് ചേർന്നിരുന്ന് വളരെ ഉച്ചത്തിൽ ജപമാല ചെല്ലുമായിരുന്നു. അത് 50 നന്മ നിറഞ്ഞു മറിയുമേ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ തന്നെ അന്ന് വരെ ആ വൈകിട്ട് വരെ ഉണ്ടായ കഷ്ടപ്പാടുകളെയൊക്കെ മറന്ന് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെ ഒരാഴ്ച നമ്മളിങ്ങനെ ഓരോ ദിവസവും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. ഈ കൂടെ തന്നെ അപ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലായി അതിൻ്റെ കാര്യം എന്താണെന്ന് തിരിഞ്ഞു. ഇങ്ങനെയാണ് ഈ 153. പിന്നെ 153-ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ സ്ഥാനം കൂടിയുണ്ട്. യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് കടലിൽ 153 ഇനം മത്സ്യങ്ങളുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാകാം കൃത്യമായിട്ട് പത്രോസ്ലീഹ മീൻ പിടിച്ചപ്പോൾ, വലയെറിഞ്ഞപ്പോൾ 153 ഇനം മത്സ്യങ്ങൾ അതിൽ പ്രവേശിച്ചു. അതായത് അത് വലിയൊരു സാർവത്രിക രക്ഷ, ലോകത്തിലെ സർവ്വജനങ്ങളെയും രക്ഷിക്കാമെന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അല്ലെങ്കിൽ രക്ഷയെ കാണിക്കുന്ന ഒരു നമ്പരും കൂടിയായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനമായിട്ടും പരിശുദ്ധ കന്യാമറിയത്തോടുള്ള നമ്മുടെ സ്നേഹത്തെയും ബഹുമാനത്തെയൊക്കെ കൂടുന്നതിന് വേണ്ടി പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ എന്തിനിങ്ങനെ മാതാവ് നന്മ നിറഞ്ഞു മറിയുമേ എന്നുള്ള പ്രാർത്ഥന തന്നെ ചെല്ലുന്നു, അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ടും, പിന്നെ എല്ലാവരും ഒരു പരിധി വരെ മീഡിയയുടെയൊക്കെ അടിമകളായി ടി വിയിൽ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്, വാട്സാപ്പിൽ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്, ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന വളരെ വെട്ടിച്ചുരുക്കി വരുമ്പോൾ ഒരു സ്വർഗ്ഗസ്നായം ചൊല്ലി, ഒരു നന്മ നിറഞ്ഞവരെയൊക്കെ ചൊല്ലി എങ്ങനെയാലും ഇതൊന്ന് തീർത്തിട്ട് ഏറ്റുപോകാൻ പറ്റുന്ന, അപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ, അതിൻ്റെ ശക്തിയെ കുറച്ച് കാണുന്ന തലമുറയും കൂടെ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ശക്തമായിട്ട് മാതാവിനെ കൂട്ടുപിടിച്ച് നടക്കുന്ന യുവജനങ്ങളുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, പരിശുദ്ധ കന്യാമറിയത്തെ സഭ എങ്ങനെയെല്ലാമാണ് വണങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ ഈ സമയങ്ങളിൽ ചിന്തിക്കുക. വിശ്വാസ സത്യങ്ങളായി സഭ പ്രഖ്യാപിച്ചിട്ടുള്ള 4 വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ കന്യാമറിയത്തെ പറ്റി. 1, പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. 2, പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്. 3, പരിശുദ്ധ കന്യാമറിയം നിത്യകന്യകയാണ്. 4, പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ്. ഈ 4 വിശ്വാസ സത്യങ്ങളെ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിന് പുറത്തേക്കുള്ള പഠനങ്ങളോ വിശ്വാസങ്ങൾ പഠിപ്പിക്കലോ, ഉദാഹരണം പറഞ്ഞാൽ പല സംഘടനകളുടെയും ഒരു പഠനമാണ്, ചില സംഘടനകളുടെ വ്യക്തമായ ഒരു പഠനമായിരുന്നു മാതാവ് ത്രിത്വത്തിലൊന്നാണ്. അത് 100% സഭ അംഗീകരിച്ചിട്ടില്ല. മാതാവ് ത്രിത്വത്തിൻ്റെ തന്നെയാണ് മാതാവ്, പക്ഷേ ത്രിത്വത്തിലൊന്നാകുമ്പോൾ എങ്ങനെ ത്രിത്വം എന്നുള്ള വാക്ക് പോലും ഒന്നര മാറിപ്പോകില്ല. ത്രിത്വം 3ആണ്. അപ്പോൾ മാതാവ് ത്രിത്വത്തിലൊന്നെന്നുള്ള ഒരു വാദത്തെ സഭ അംഗീകരിക്കുന്നില്ല. പിതാവിൻ്റെ മകളാണ് പരിശുദ്ധ കന്യാമറിയം, പുത്രൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം, പരിശുദ്ധ റൂഹായുടെ പ്രേയസിയാണ്. പക്ഷേ ത്രിത്വത്തിലൊന്നായിട്ട് സഭ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയം ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ചില സംവിധാനങ്ങളും കേട്ടിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമായി സഭ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ അമ്മയാണ്, അല്ലെ ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അതായത് ലോകരക്ഷകനായി ഈ ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ അമ്മയാണ്. അതിന് ദൈവം എന്നല്ല അർത്ഥം, അത് രക്ഷകനായ മിശിഹായുടെ അമ്മ എന്നുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആ സ്ത്രീ, ആ അമ്മ, അതാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഈ 4 വിശ്വാസ സത്യങ്ങളെ ഇത്തിരി കൂടി നമുക്ക് ആഴത്തിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം എടുക്കുക. 1, പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. ഇത് ആദ്യമായിട്ടൊരു പക്ഷേ ദൈവമാതാവാണെന്ന് എടുത്തു പറയുന്നത് എലിസബത്താണ്. യോഹന്നാൻ്റെ അമ്മയായ സക്കറിയയുടെ ഭാര്യയായ സക്കറിയ പ്രവാചകന്മാരുടെ പുതിയ നിയമത്തിൻ്റെ ബോർഡറും പഴയ നിയമത്തിൻ്റെ അവസാനമൊക്കെ ആയ സ്നാപകൻ്റെ അമ്മയാണ്. സക്കറിയ പുരോഹിതനാണ്. ആ വ്യക്തിയുടെ എലിസബത്താണ് ആദ്യമായിട്ട് പറയുക, പരിശുദ്ധ കന്യാമറിയത്തെ നോക്കിയിട്ട് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്ന് ഒരു വിശുദ്ധയായ സ്ത്രീയെ വിളിക്കുന്നുവെങ്കിൽ അത്
അക്ഷരാർത്ഥത്തിൽ അവരുടെ ബുദ്ധിയിൽ നിന്നല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ട് തന്നെയാണെന്നൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെയാണ് യെശയ്യാ പ്രവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കാൻ എമ്മാനുവേൽ എന്നറിയപ്പെടും. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടി, ദൈവം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അവിടെ യെശയ്യാ പ്രവചനത്തിൻ്റെ 7:14 കാണിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലും മാതാവിൻ്റെ മാലാഖയുടെ സന്ദർശനത്തിലും ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളിലും അതുപോലെ എലിസബത്തിൻ്റെ സന്ദർശനത്തിലും എല്ലാം പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവമാതാവാണെന്നുള്ള സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ബൈബിൾ വചനങ്ങളാണ് അവിടെ കിടക്കുക. അപ്പോൾ അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവായി അംഗീകരിച്ചുകൊണ്ട് എഫേസൂസ് സൂനകദോസ് AD 431 സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. അതൊക്കെ വലിയ ഭാഷണ്ഡതകളുടെയും ചോദ്യങ്ങളുടെയൊക്കെ ഇടയ്ക്ക് സഭ വ്യക്തമായി പഠിക്കുകയും സഭാപിതാക്കന്മാർ ഒത്തിരിയേറെ പേർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു കൗൺസിലൊക്കെ പാസ്സാകുക. ഒരു 4 പേരിരുന്ന് തീരുമാനിക്കുന്ന സംഭവങ്ങളല്ല. ഒത്തിരിയേറെ സഭാ പണ്ഡിതന്മാർ, ഒത്തിരിയേറെ തർക്കങ്ങൾ, ഭാഷണ്ഡതകളൊക്കെ ഒരു സൈഡിൽ കിടക്കുമ്പോൾ ഇതിനുവേണ്ടി കൃത്യമായി പഠിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പണ്ഡിതന്മാരായ സഭാപിതാക്കന്മാരാണ് ഇതെല്ലാം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് മാർപ്പാപ്പയാണ്. അപ്പോൾ എഫേസൂസ് കൗൺസിലിൽ ഔദ്യോഗികമായി സഭ പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. അപ്പോൾ ആ ഒരു വലിയ വിശ്വാസ സത്യത്തെ നമ്മൾ വലിയ സ്നേഹത്തോടെ മനസ്സിലാക്കണം. പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. അടുത്തത് പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. ഇനി നമുക്ക് രണ്ടാമതായി നോക്കേണ്ടത് നിത്യകന്യകയാണെന്നുള്ളതാണ്. അത് 2-ാം കൗൺസിലിൻ്റെ അകത്തും അതുപോലെ ലാറ്ററൻ കൗൺസിലിൻ്റെ അകത്തുമാണ് ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ നിത്യകന്യകയായ പരിശുദ്ധ കന്യാമറിയം അതിനെ കൂടുതൽ വിശദമായി പഠിച്ച ഭാഗങ്ങൾ തോമസ് അക്വീനസിൻ്റെയും സെൻ്റ് അഗസ്റ്റിൻ്റെയും കാലഘട്ടത്തിലാണ്. അപ്പോഴത് ഈ കന്യാത്വത്തെ ഒരിക്കലും നിലനിർത്താൻ പറ്റില്ല എന്ന് ഒരു സൈഡിൽ മാതാവിൻ്റെയോ അല്ലെ സഭയുടെ പഠനങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളുടെ മുന്നിലേക്ക് ചില ഉദാഹരണങ്ങൾ സെൻ്റ് അഗസ്റ്റിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശക്തമായ ഒരു ഉദാഹരണം, പ്രകാശരശ്മികൾ ഒരു കണ്ണാടിയിലൂടെ അതിന് ഒരു തുള്ളി പോലും പോറലേൽപ്പിക്കാതെ പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ പ്രകാശം ഇപ്പുറം കിടക്കുന്നുണ്ട്, നമ്മൾ ആ പ്രകാശത്തെ കാണുന്നുണ്ട്, എന്നാൽ ആ കണ്ണാടിക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ പ്രകാശകിരണങ്ങൾ ഈ മറുസൈഡിലേക്ക് വരുന്നത് പോലെ തന്നെ പരിശുദ്ധ കന്യാമറിയം എന്ന് പറയുന്നൊരു സാധാരണ സ്ത്രീയല്ല, യേശു ഒരു സാധാരണ മനുഷ്യനുമല്ല. ക്രിസ്തു ദൈവപുത്രനാണ്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ അമ്മയാകാൻ വേണ്ടി ആദ്യം മുതലേ നിശ്ചയിക്കപ്പെട്ട സ്ത്രീയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ജനനത്തിൽ കൂടെ അല്ല എന്ന് തോമസ് അക്വീനോസും സെൻ്റ് അഗസ്റ്റിനും വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിനാൽ തന്നെ നിത്യകന്യകയായി പരിശുദ്ധ കന്യാമറിയത്തിനെ വിശുദ്ധരെല്ലാം കണ്ടിരുന്നു. മാർപ്പാപ്പമാർ, വിശുദ്ധരായ മാർപ്പാപ്പമാരെല്ലാം കണ്ടിരുന്നു. അത് കൃത്യമായിട്ട് ഔദ്യോഗികമായ സഭ ലാറ്ററൻ കൗൺസിലെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇനി മൂന്നാമതായിട്ട് പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. അത് 1854 ഒരു ചർച്ച, വലിയൊരു ചർച്ചയ്ക്ക് മാർപ്പാപ്പ കളമൊരുക്കുകയും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരിയേറെ പണ്ഡിതന്മാരായ വൈദികരും മെത്രാന്മാരും എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഒരു ഇങ്ങനെയൊരു തീരുമാനമൊക്കെ പറയുക. അപ്പോൾ അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ ഇതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അമലോത്ഭവയാണ് എന്നുള്ളത് തെളിയിക്കുവാൻ പഠനങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. എങ്ങനെ തെളിയിക്കും? ഉത്ഭവമില്ലെന്ന്. എന്നാൽ ബൈബിൾ വചനമനുസരിച്ച് ആ സ്ത്രീ കന്യകയിൽ നിന്ന് ജനിക്കുന്നവനാണ് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു രക്ഷകൻ. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഈ സ്ത്രീയും ഈ പാമ്പും തമ്മിൽ അല്ലെങ്കിൽ സർപ്പവും സ്ത്രീയും തമ്മിൽ ഞാൻ വൈരാഗ്യം ഉളവാക്കും, ശത്രുത ഉളവാക്കും. കാരണം സ്ത്രീയുടെ മുന്നിൽ സർപ്പത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സ്ത്രീയാണ് സർപ്പത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അങ്ങനെ പാപമാകുന്ന സർപ്പത്തെ അന്നേ പിതാവായ ദൈവം അകറ്റി നിർത്തിയ ഈ സ്ത്രീയിൽ പാപമുണ്ടാകില്ല എന്ന് തന്നെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ആ വലിയ പഠനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണെന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരുപക്ഷെ എതിർക്കുന്നവർക്ക്
ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ആ സമയത്താണ് നമ്മളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മൾ പലരും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലൂർദ്. ആ അത്ഭുതമാണ് ഇതിന് ഞാൻ നിങ്ങളോട് പറയുക. നമ്മൾ പലരും പോയിട്ട് പോലും കാണും. പക്ഷേ ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക, ഒരു ബർണദീത്ത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ആടിനെ മേയിച്ച് നടന്നിരുന്ന ആ കുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കുഞ്ഞിനോട് സംസാരിക്കുകയും ആ കുട്ടിയെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അവൾക്കൊരു വിഭ്രാന്തി എന്തോ തോന്നിയതാണെന്ന് വീട്ടുകാർക്ക് വരെ അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ 18 പ്രാവശ്യം ഈ മാതാവ് ഈ കുട്ടിക്ക് ഒരു വർഷത്തിനിടയിൽ, ഫെബ്രുവരി തുടങ്ങി ജൂൺ ജൂലൈ മാസം വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് 18 പ്രാവശ്യം ഈ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആദ്യ സമയം ഒന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ അത്ഭുത ഉറവ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്ന് വരികയും ആ വെള്ളം ഈ പെൺകുട്ടി കുടിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അവസാനം ഉണ്ടായ സമയം ഭിഷഗ്വരന്മാർ, ഇത് വൈദ്യന്മാരെ എല്ലാം ഈ കുട്ടിക്ക് അസുഖമുണ്ടോ എന്നൊക്കെ ചെക്കപ്പിനൊക്കെ കൊണ്ടുവന്ന വൈദ്യന്മാരും, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയോട് മാതാവ് പറഞ്ഞത് ഇവിടെ ഒരു പള്ളി പണിയണമെന്നായിരുന്നു. അപ്പോൾ പുരോഹിതരും ആ നാടിൻ്റെ ഒരു പറ്റം ജനങ്ങളും മാതാപിതാക്കന്മാരും എല്ലാം നിന്ന ഒരു വലിയ സമൂഹത്തിലേക്ക് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുകയും, ഈ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈ കുട്ടി അവിടെ ഒരു അവളോടൊരു ചെറിയ കുഴി കുഴിക്കുവാൻ വേണ്ടി പറയും. മണ്ണിലൊരു കുഴി കുഴിക്കുകയും ആ കുഴിയിൽ നിന്ന് അത്ഭുതമായിട്ട് ഉറവ ഒഴുകുകയും ആ ഉറവയുടെ നിന്നുള്ള വെള്ളം അവിടെ സ്ഫോടനത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അത് തൊടുമ്പോൾ സൗഖ്യം കിട്ടുകയും ചെയ്യുന്നത് ഈ വന്നു നിന്ന മനുഷ്യരുടെ എല്ലാം മുന്നിൽ സാക്ഷ്യമായി മാറി. ഈ സമയത്ത് എല്ലാവരും കൂടി ഈ കുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, നിന്നോട് സംസാരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കൂ. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം ഈ കുഞ്ഞ് കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, ഐ ആം ദ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവയാണ്. ലോകത്തിൻ്റെ അകത്ത് ആർക്കും പഠിച്ച് തെളിയിക്കാൻ പറ്റാത്ത കാര്യം മാതാവ് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിയും പ്രയോഗിക്കാൻ പറ്റുകയില്ലാത്ത ഒരു പ്രായത്തിലെ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു, ഞാൻ അമലോത്ഭവയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു പഠനത്തിൻ്റെ ആവശ്യം പോലുമില്ല. 1858 ലൂർദ് സംഭവം, വലിയ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ, മാതാവിൻ്റെ ഇടപെടൽ അവിടെ നടക്കുന്നത്. അത് ലോകത്തിലെ തന്നെ അനേക ലക്ഷങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ ജപമാല ചൊല്ലി അവിടെ പ്രാർത്ഥിക്കുന്നു. ഈ അത്ഭുത ഉറവയിൽ നിന്ന് അത്ഭുതമായിട്ട് വരുന്ന ദൈവം നൽകിയ ജലം ഉപയോഗിച്ച് രോഗശാന്തികൾ, നമ്മളെല്ലാം ലൂർദിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം വീടുകളിൽ സൂക്ഷിക്കാറുണ്ട്. അസുഖം വരുമ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. പേടി വരുമ്പോൾ അത് ദൈവത്തെ തൊടാറുണ്ട്. അത്ഭുതകരമായ വെള്ളത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ശക്തിയെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ കാരണം ഇത് പാഷണ്ഡതകളെ തകർക്കാനും സഭാ പഠനങ്ങൾക്കെതിരായ പഠനങ്ങളെ തകർക്കാനും പരിശുദ്ധ കന്യാമറിയം തന്നെ നേരിട്ടിറങ്ങി ഇടപെട്ട സംഭവമാണ്. ഇനി അടുത്തത് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ്. അത് 12-ാം പീസ് മാർപ്പാപ്പയാണത് 1950 നവംബർ 1-ാം തീയതി നമ്മുടെ കേരളപ്പിറവിയുടെ അന്നാണ് അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണെന്നുള്ളത് നമ്മുടെ ഏറ്റവും ഈ സമയത്തെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ. നമ്മുടെ ടോം ഉഴുന്നാലച്ഛൻ്റെ വിടുതൽ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും മാതാവിൻ്റെ കൊന്ത ജപമാല ചെല്ലാതെ ഈ അച്ഛന് വേണ്ടി ജപമാല ചെല്ലാത്ത വ്യക്തികളുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും ഈ ദുബൈയിലും UAE-യിലൊക്കെ ഓരോ കുർബാനയിലും ഞങ്ങളുടെ വൈദികർ പേരെടുത്ത് പറഞ്ഞ് കുർബാനയിൽ സമർപ്പിക്കുന്നത് നമ്മളെന്നും കണ്ടതാണ്. നമ്മളെല്ലാവരും ജപമാല കരങ്ങളിലേന്തി എന്താ സംഭവിച്ച് അത്ഭുതകരമായ വിടുതൽ. ലോകത്തിൽ ചരിത്രത്തിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ സമയത്തെ വലിയ അത്ഭുതം നടന്നു. പരിശുദ്ധ കന്യാമറിയം തീർച്ചയായിട്ടും അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് മെഡ്ജുഗോറിയയിലും ഗുഡലുപ്പയിലും നമുക്കറിയാം ആദിവാസികളുടെ ഇടയിൽ സൂര്യനെയും ചന്ദ്രനെയും സേവിച്ച വ്യക്തികൾക്കിടയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ ആ നരബലി നിൽക്കുകയും ക്രിസ്തീയ രാജ്യമായി മെക്സിക്കോ മാറുകയും ചെയ്യുന്നു. അമ്മ പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ക്രിസ്തുവിനെ സ്നേഹിക്കാനാണ് പറയുക. കുഞ്ഞു മക്കൾക്കൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ വലിയ അറിവൊന്നുമില്ലാത്തവർക്കാണ്. പക്ഷേ അവിടെ മുഴുവൻ ക്രിസ്തു വിശ്വാസികളായി മാറുക. കാരണം പുത്രനിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെയാണ് രക്ഷയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിശുദ്ധ കന്യാമറിയം. അതുപോലെ തന്നെ സഭ തകരുമെന്ന് തോന്നുമ്പോൾ സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാൻ സന്ദേശം നൽകുന്ന പരിശുദ്ധ കന്യാമറിയം, സഭയെ തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കില്ലെന്ന് ഉറച്ച വിശ്വാസം പകർന്നു നൽകുന്ന പരിശുദ്ധ കന്യാമറിയം. കാരണം തിരുസഭയുടെ രാജ്ഞിയാണ് പരിശുദ്ധ കന്യാമറിയം. അപ്പോൾ തിരുസഭയുടെ രാജ്ഞിയായ കന്യാമറിയത്തിന് സഭയിലേക്കുന്ന എല്ലാ ഓരോ അടിയും മാതാവും കൂടെ കൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ ആ മാതാവിൻ്റെ ആ നീല അങ്കിയിൽ പൊതിഞ്ഞ് സഭയെ സംരക്ഷിക്കുവാൻ വേണ്ടി മാതാവ് ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് സംശയമേ വേണ്ട. നമുക്കറിയാം എല്ലാ വിശുദ്ധർക്കും ഒരു ജനനത്തിൻ്റെ മരണത്തിനും 2 തിരുനാളേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിന്
12 മാസവും തിരുനാളുണ്ട്. ഒരു മാസം 2, 3 വരെയൊക്കെയുള്ള ഉണ്ട്. ജനുവരി 1-ാം തീയതി അത് ദൈവമാതാവിൻ്റെ തിരുനാളായി. ഫെബ്രുവരിയിൽ അത് ശുദ്ധീകരണത്തിൻ്റെ തിരുനാളായി 2-ാം തീയതി. മാർച്ച് 25-ന് മംഗളവാർത്തയുടെ തിരുനാളായി. ഏപ്രിൽ മാസം അത് ആലോചന മാതാവ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാളായി. മെയ് 1-ന് സ്വർഗീയ റാണി. ആ മാസം മുഴുവൻ വണക്കമാസമായിട്ട് സഭ വഴങ്ങുന്നു. മെയ് 13-നാണ് ഫാത്തിമ സന്ദേശത്തിൻ്റെ വേറൊരു വലിയ തിരുനാൾ നടക്കുക. ജൂൺ 27-ന് നിത്യസഹായ മാതാവിൻ്റെയും ജൂലൈ 16-ന് കർമ്മല മാതാവിൻ്റെയും ഓഗസ്റ്റ് 15-ന് നമുക്കറിയാവുന്ന സ്വർഗാരോപണത്തിൻ്റെ തിരുനാളും സെപ്റ്റംബർ 8-ന് ജനന തിരുനാളും ഒക്ടോബർ ജപമാല മാസമായും നവംബർ 16 കരുണയുടെ മാതാവിൻ്റെ തിരുനാളായും ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായും സഭ കൊണ്ടാടുന്നു. ഇങ്ങനെ പരിശുദ്ധ കന്യാമറിയം എവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ നാടിൻ്റെ അമ്മയായി. ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിമ മാതാവായി, വേളാങ്കണ്ണിയിലായപ്പോൾ വേളാങ്കണ്ണി മാതാവായി, കുറവലങ്ങാട്ടായപ്പോൾ കുറവലങ്ങാട് മുത്തിയമ്മയായി, ഇങ്ങനെ മെഡ്ജിഗോറിയയിലായപ്പോൾ മെഡ്ജിഗോറിയൻ അമ്മയായി, ഓരോ സ്ഥലത്ത് ഗുഡലപ്പയുടെ മാതാവായി മാറിയ ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാം. ഓരോ കൊന്തയും ഓരോ രഹസ്യവും ചെല്ലുമ്പോൾ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പിശാചിന് നാരകീ ശക്തിക്കും എതിരാണെന്നും ശക്തമായ ആയുധമാണെന്നും ജപമാല കരങ്ങളിൽ ഏന്തുന്നത് വലിയ പ്രൊട്ടക്ഷനാണെന്നും അതിന് വലിയ ശക്തിയുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഈ ജപമാലയുടെ ശക്തി പകർന്നു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, എപ്പോഴും മരണനേരവും. സന്ദേശം കേട്ടു നീ, ഇതാ കർത്താവിൻ ദാസിയെന്നു ചൊല്ലി. ദൂതന്റെ സന്ദേശം കേട്ടു നീ, ഇതാ കർത്താവിൻ ദാസിയെന്നു ചൊല്ലി. രക്ഷാചരിത്രം സമാഗതമായി, രക്ഷകൻ ഈ മണ്ണിൽ ആഗതനായി. രക്ഷാചരിത്രം സമാഗതമായി, രക്ഷകൻ ഈ മണ്ണിൽ ആഗതനായി. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, എപ്പോഴും മരണനേരവും. സ്നേഹപുത്രീ നീ, പുത്രന്റെ അമ്മയും
പരിശുദ്ധ റൂഹാതൻ പ്രേയസിയമലേ, ത്രിത്വത്തിൻ സാന്നിധ്യം നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, എപ്പോഴും മരണനേരവും. പ്രേഷിതരുടെ രാജ്ഞിയും സഹായവും, കന്യകളുടെ കാവലും മധ്യസ്ഥയും, പ്രേഷിതരുടെ രാജ്ഞിയും സഹായവും, കന്യകളുടെ കാവലും മധ്യസ്ഥയും, പാപികൾ തൻ സങ്കേതമാശ്രയവും, ആരിതിൽ നിൻ മക്കൾക്കാലംബവും, പാപികൾ തൻ സംഗീതമാശ്രയവും, ആരിതിൽ നിൻ മക്കൾക്കാലംബവും. കൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, എപ്പോഴും മരണനേരവും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര, പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ